ഭൗതികമായ സഹായം അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പറ്റും, അഭൗതികമായ സഹായവും അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പറ്റും. ഒരായത്തെങ്കിലും കൊണ്ട് ഈ ഒരു വാദത്തെ തെളിയിക്കാൻ അലവി സഖാഫിക്ക് സാധിക്കുമോ? അല്ലാഹു അവർക്ക് നൽകുന്ന മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അവർ സഹായിക്കും എന്ന വിശ്വാസത്തോടെ അവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല, അതിന് യാതൊരു തെറ്റുമില്ല. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഇവിടെ അലവി സഖാഫി സമസ്തയുടെ അല്ലെങ്കിൽ ഷിയായിസത്തിൻ്റെ വേരുകൾ തേടിപ്പോകുമ്പോൾ സമസ്തയുടെ ചില പങ്കുകൾ ആ വേരുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കുകയാണ്. സമതിയത്തുണ്ടെങ്കിൽ, അതായത് സ്വയം കഴിവുണ്ടെങ്കിൽ മാത്രം, സ്വയം കഴിവുള്ളത് അങ്ങനെ സഹായിക്കാൻ കഴിവുണ്ട് എന്ന് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ ഷിർക്കാകൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അദ്ദേഹത്തിൻ്റെ വാദം ഒന്നുകൂടി ക്ലിയറായി നമുക്കൊന്ന് കേൾക്കാം. അള്ളാഹു ഇതിന് നൽകിയ ഒരു സബബാണ്, ഒരു കാരണമാണ് എന്ന അടിസ്ഥാനത്തിലാണല്ലോ ഡോക്ടറുടെ അടുക്കിലേക്ക് നമ്മൾ പോകുന്നത്. അതല്ലാതെ ഡോക്ടർ അള്ളാഹുവിനെ പോലെ സ്വയം പര്യാപ്തരായി സ്വമതീയത്തുള്ള എല്ലാം സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ എല്ലാ മുസ്ലിമീങ്ങൾ ഡോക്ടറുടെ അരികിലേക്ക് പോകുന്നത്. ശരി, ആ കാര്യം പറയുമ്പോൾ തന്നെ അദ്ദേഹം തർക്കമില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കണം. ആളുകളെ പൊട്ടനാക്കണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആദ്യം തർക്കമില്ലാത്തൊരു വിഷയത്തെ എടുത്തു വെച്ചിട്ട് അതുപോലെയാണിത് എന്ന് എടുത്ത് അടിച്ചു മറിക്കുന്ന ഒരു സ്വഭാവം പണ്ടേ അലവി സഖാഫിക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹം പറയുന്നത് ഡോക്ടറിനെ സമീപിക്കുന്നത് അത് രോഗം മാറാൻ വേണ്ടി സമീപിക്കും. അദ്ദേഹം ഡോക്ടറായത് MBBS 4-5 വർഷം പഠിച്ച് പിന്നെ അതിൻ്റെ പ്രാക്ടീസുകളിൽ ഇറങ്ങി, പിന്നെ അവിടുന്ന് ഡോക്ടറായി നിയമിക്കപ്പെട്ടു. പിന്നെ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും മുൻകാല പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലും മുൻകാല ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചതിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ അവർ കുറിപ്പുകൾ എഴുതും, അതിനനുസരിച്ച് മരുന്നുകൾ കഴിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു കാരണമാക്കി വച്ചു എന്നതുകൊണ്ട് ആ മരുന്ന് കഴിക്കുന്നതിലൂടെ നമുക്ക് രോഗം ശിഫയാകുന്നു. രോഗം ശിഫയാക്കുന്നവൻ അള്ളാഹുവാണ്. മരുന്ന് കഴിച്ചാലും കഴിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ രോഗത്തെ ശിഫപ്പെടുത്തുന്നവൻ അള്ളാഹു. ആ രോഗം ശിഫയാകാൻ വേണ്ടി സബബുകളെ നിശ്ചയിച്ചു എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് മരിച്ചവരോടും തേടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ബാക്കി ഭാഗം നമുക്ക് കേൾക്കാം. അതുകൊണ്ട് തന്നെ ആ പോക്ക് തകരാറില്ല, തെറ്റില്ല. നിങ്ങളും ഞങ്ങളും പറയുന്നു. അതേ അവസരത്തിൽ അതേ രൂപത്തിൽ തന്നെ അതേ ചിന്ത, ഏത് ഡോക്ടർ സ്വയം പര്യാപ്തനല്ല, സ്വന്തമായി ചെയ്യാൻ കഴിയുന്നവനല്ല എന്ന് ഡോക്ടറെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ഔലിയാക്കളെ കുറിച്ചും ചിന്തിച്ചാൽ പ്രശ്നം തീർന്നു. അങ്ങനെ അങ്ങ് തീരുന്നില്ലല്ലോ അലവി സഖാഫി. ഇത് വിഷയം ഗൗരവമല്ലേ? ഷിർക്കും തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ? ഇതെങ്ങനെ ഒരു നിസാരമായി നിങ്ങൾ പറയുക? അത് ഡോക്ടറിനോട് സഹായം തേടുന്നത് പോലെയാണ്. ജീവിച്ചിരിക്കുന്ന തജ്രിബയുള്ള ഒരു ഡോക്ടറിനോട് സഹായം തേടുന്നത് പോലെയാണ് ഈ മരിച്ചുപോയ അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും തേടുന്നത് എന്ന് പറയാൻ എത്ര നിസാരമായി നിങ്ങൾക്ക് സാധിക്കുന്നു? നാവുണ്ട് എന്ന് പറഞ്ഞ് എന്തും വിളിച്ച് പറയാമെന്നാണോ? ഇസ്ലാമിൻ്റെ തത്വങ്ങളെ തകർത്തടിയുന്ന രൂപത്തിലുള്ള സംസാരമാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. ഇസ്ലാം സ്ഥാപിതമായത് തന്നെ തൗഹീദ് കൊണ്ടാണ്. തൗഹീദിന് വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ അയക്കപ്പെട്ടിട്ടുള്ളത്. ആ തൗഹീദിൻ്റെ അലയൊടികളാണ് വിശുദ്ധ ഖുർആനിലും മറ്റു വേദങ്ങളിലുമെല്ലാം വന്നിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരെയും അയച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? ഇപ്പോൾ ഹജ്ജ് കഴിഞ്ഞതേ ഉള്ളൂ. ഹജ്ജിൽ എന്താണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഇത് നമ്മൾ വിശ്വാസികൾ മുസ്ലിമീങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ്. തൗഹീദിനെ വിളംബരമായി കൊണ്ട് ആളുകൾ മൊഴിഞ്ഞുകൊണ്ട് ആ കഅബാലയത്തിലേക്ക് പോകുന്നു. ജാഹിലിയത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ അവർ ഹജ്ജ് ചെയ്തിരുന്നു. ആ ഹജ്ജ് ചെയ്ത സമയത്ത് തൽബിയത്ത് പറഞ്ഞിരുന്നു. അവരുടെ തൽബിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ വേർതിരിയുന്ന ഭാഗമൊന്ന് പഠിച്ചാൽ മാത്രം മതി ഈ വാദം പൊളിയാൻ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സഹാബത്തിന് തൽബിയത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് എന്ന് പറയുന്ന ഈ തൽബിയത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ഒരു തൽബിയത്ത് പറഞ്ഞിരുന്നു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക്. ഇത് സ്വഹാബികൾ പറഞ്ഞതോടുകൂടി ഇവിടെ എത്തിയപ്പോൾ കത് നിർത്തു, മതി, ഇനി ബാക്കി മുശ്രിക്കുകൾ പറഞ്ഞത് പറയരുത് എന്ന് പറഞ്ഞു. എന്തായിരുന്നു മുശ്രിക്കുകൾ പറഞ്ഞത്? ഇല്ലാ ശരീക്കൻ ഹുവലക്, നിനക്കൊരു വിധത്തിലുള്ള പങ്കുകാരുണ്ട്,
അത് നിനക്കുള്ളവനാണ്. ആ പങ്കുകാരൻ നിനക്കുള്ളതാണ്, നിൻ്റെ സൃഷ്ടിയാണ്. എന്താണ് ആ പ്രത്യേകത? തംലിക്കുഹു വമാ മലക്. എന്താണോ നീ കൊടുത്ത കഴിവ് കൊണ്ടാണ് അവർ ബാക്കിയെല്ലാം ചെയ്യണത്. അപ്പോൾ കൊടുത്ത കഴിവ് കൊണ്ട് ചെയ്യുക എന്നതാണ് മക്കയിലെ മുശ്രിക്കുകൾ തെറ്റിപ്പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. സമസ്തക്കാരെന്താ വാദിക്കണത്? അമ്പിയാക്കന്മാർക്ക് കൊടുത്ത കഴിവിലാണ് നമ്മൾ തേടുന്നത് എന്നാണ്. ഇതേ വിശ്വാസമല്ലേ മക്കയിലെ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നത്? അവർ അതല്ലേ പ്രഖ്യാപിച്ചത്? അതിൻ്റെ പേരിലല്ലേ ദീനിൽ പല രൂപത്തിലുള്ള യുദ്ധങ്ങളുണ്ടായിട്ടുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടി ഓടിക്കപ്പെട്ടിട്ടുള്ളത്? സ്വഹാബത്ത് മദീനയിലേക്ക് പോയത്? ബദർ ഉണ്ടായത്, ഉഹുദ് ഉണ്ടായത്, ഖന്തഖ് ഉണ്ടായത് ഈ ഒരു വിഷയത്തിൻ്റെ പേരിലല്ലേ? കൊടുത്ത കഴിവിൽ തേടാം, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്ന് അവർ അംഗീകരിച്ചിരുന്നു. ദൈവങ്ങളാണെന്നല്ല, സ്വമതിയത്തുള്ളവരാണെന്നല്ല. മാത്രമല്ല, ഇനിയും ചരിത്രങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഹുനൈൻ യുദ്ധത്തിൻ്റെ സന്ദർഭമാണ്. ഹുനൈൻ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് മുസ്ലിമീങ്ങളായ ആളുകളായിരുന്നു പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവർ അവരുടെ ജാഹിലിയത്തിലുണ്ടായിരുന്ന ചില ഓർമ്മകൾ, ഒരു ദാത്തു അൻവാത്ത് എന്ന് പറയുന്ന മരത്തെ കണ്ട സമയത്ത് പ്രവാചകനോട് ചോദിക്കുകയാണ്, ഇജ അല്ലന ദാത്ത അൻവാത്ത് കമാലഹും ദാത്തു അൻവാത്ത്. അവർക്ക് ദാത്തു അൻവാത്ത് ഉള്ളതുപോലെ നമുക്കും ഒരു ദാത്തു അൻവാത്തിന് ഉണ്ടാക്കി തരൂ എന്ന് പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ്. എന്തിനാ? ബറക്കത്തെടുക്കാൻ. അവർ അതിൽ വാളുകൾ തൂക്കി ബറക്കത്തെടുക്കുമായിരുന്നു. സമതിയത്തുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയല്ല, ആ മരത്തിന് സ്വയം കഴിവുണ്ട് എന്ന വിശ്വാസത്തിലല്ല. പക്ഷേ അവിടെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ അവിടെ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തി, അല്ലാഹു അക്ബർ ഇന്നഹ സുനൻ. ഇതൊരു ചര്യയാണല്ലോ. ഹാദാ കമാ ഖാലത്ത് ബനു ഇസ്രാഈലി മൂസ. മൂസ അലൈഹിസ്സലാമിനോട് തൻ്റെ സമുദായം ചോദിച്ചതുപോലെയുള്ള ചോദ്യമായി പോയി ഇത്. ഇജ അല്ലന ഇലാഹൻ കമാലഹും ആലിഹ. അവർക്ക് കുറേ ദൈവങ്ങളുള്ളതുപോലെ നമുക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞതുപോലെയാണ് എന്നാണ്. ഒരിക്കലും ദൈവമാണ് എന്ന വിശ്വാസത്തോടു കൂടിയല്ല ഒരു ദാത്തു അൻവാത്തിനെ ഉണ്ടാക്കി തരാൻ പറഞ്ഞത്. സമതിയത്തുള്ള ഒരു സ്വയം പര്യാപ്തനായ ഒരു വൃക്ഷത്തെ ഉണ്ടാക്കാനല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ചോദിച്ചത്. മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്തുണ്ടാകണം എന്ന വിശ്വാസത്തോടു കൂടിയായിരുന്നു. അവിടെ പോലും അത് ഇലാഹിനെ ഉണ്ടാക്കലാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൊടുത്ത കഴിവ് എന്നോ അങ്ങനെ ഒരു ന്യായം പറഞ്ഞിട്ടൊന്നും ഇസ്ലാമിലൊരു അടിസ്ഥാനം ഉണ്ടാക്കി തീർക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇനി അദ്ദേഹത്തിൻ്റെ വാദം എന്താ? അതുകൂടി കേൾക്കാം. അവർക്ക് സ്വയമായ കഴിവുണ്ടെന്നോ വിശ്വാസമില്ലാതെ അവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല, അതിന് യാതൊരു തെറ്റുമില്ല. അത് തെറ്റാണ്, ശിർക്കാണെന്ന് വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് കൊണ്ട് തെളിയിക്കാൻ ലോകത്തൊരാൾക്കും കഴിയുകയുമില്ല. അപ്പൊ ലോകത്തൊരാൾക്കും കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഖുർആൻ എന്തിനാ ഇറങ്ങിയത്? ഖുർആനിൻ്റെ ഓരോ ആയത്തുകൾ എടുത്തു നോക്കുമ്പോഴും എത്രയെത്ര തൗഹീദിൻ്റെ വചനങ്ങളാണുള്ളത്. അല്ലാത്ത ആൾക്കാരെ അവർ സ്വയം പര്യാപ്തനല്ല എന്ന ചിന്തയോടുകൂടി മരിച്ചുപോയവരോട് എന്തും ചോദിക്കാമെന്നാണെങ്കിൽ അലവി സക്കാഫിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഡോക്ടറോട് ചോദിക്കുന്നത് സ്വയം പര്യാപ്തനല്ല എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ ദുനിയാവിൽ വെച്ച് ചോദിക്കുന്നു. അതേ ചോദ്യം ആ ഡോക്ടർ മരിച്ചാൽ നിങ്ങൾ ചോദിക്കോ? ആ ഡോക്ടർ മരിച്ചാൽ അയാൾ ഡോക്ടറായിരുന്നല്ലോ, അയാൾ MBBS പഠിച്ചിരുന്നല്ലോ, അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മരിച്ച് കഫൻ ചെയ്തില്ല, അയാളെ കബറടക്കിയില്ല, അതിനു മുമ്പ് തന്നെ നിങ്ങളൊന്ന് ചോദിക്കാൻ തയ്യാറാവോ? അങ്ങനെ ചോദിക്കുന്ന ഒരു വ്യക്തിയുടെ വിഷയത്തിൽ നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? അയാളെക്കുറിച്ച് അങ്ങനെ ചോദിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു വികാരം ഉണ്ടാവുന്നത്? അതിനെ എന്താണ് ഹുക്കുമ് നൽകുക? എന്നാൽ മരിച്ചുപോയവരോട്, അമ്പിയാക്കന്മാരോട്, ഔലിയാക്കന്മാരോട് അവർക്ക് കൊടുത്ത കഴിവിൽ ചോദിക്കാമെന്ന് പറയുന്ന വാദം എത്ര വലിയ വികലമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ വാദം മറ്റൊന്നാണ്, അതുകൂടി കേൾക്കാം. അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരോട് സഹായം ചോദിക്കൽ, അതായത് അവർ ഇലാഹാണെന്നോ അവർക്ക് സ്വയമായ കഴിവുണ്ടെന്നോ വിശ്വാസമില്ലാതെ അല്ലാഹു അവർക്ക് നൽകുന്ന മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അവർ സഹായിക്കും എന്ന വിശ്വാസത്തോടെ അവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല, അതിന് യാതൊരു തെറ്റുമില്ല. അത് തെറ്റാണ്, ശിർക്കാണെന്ന് വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് കൊണ്ട് തെളിയിക്കാൻ ലോകത്തൊരാൾക്കും കഴിയുകയുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം മനസ്സിലായല്ലോ. സമതിയത്ത് ഉണ്ട് എന്ന് വിശ്വസിച്ചു കൊണ്ടൊരാളോട് തേടിയാൽ മാത്രമേ ഷിർക്കാവുള്ളൂ. അതല്ലാത്തത് അഭൗതികമായ തേട്ടവും അല്ലല്ലാത്ത ആളുകളോട് തേടാം എന്നാണ്. അപ്പോൾ ഷിർക്കിനെ എങ്ങനെയാണ് നമ്മൾ നിർവചിക്കുക?
അത് അലവി സക്കാഫി ഒന്ന് പറയണം. ഒന്ന്. രണ്ടാമത്തത് ഒരു ആയത്ത് കൊണ്ട് പോലും തെളിയിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തും ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ എന്ന് പറയുന്ന ആയത്തുകൾ, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ വിഷയങ്ങളെ എടുത്തു പറഞ്ഞിട്ട് ആ നോമ്പുമായി ബന്ധപ്പെട്ട 2 ആയത്തുകൾ പറയുന്നതിൻ്റെ ഇടയിൽ അള്ളാഹു ഒരു ആയത്ത് പറഞ്ഞു. അള്ളാഹു സമീപസ്ഥനാണ് എന്നും അവനോട് ചോദിക്കാനും അള്ളാഹു തൗഹീദിനെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒരാവർത്തി ഓതി നോക്കുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് തന്നെ മതി. സൂറത്തുൽ ഇഖ്ലാസ് അത് തന്നെ തൗഹീദിൻ്റെ ആയത്തുകളാണ്. എത്ര ആയത്തുകൾ, തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, ഇത്തരം ഷിർക്കിനെതിരെയുള്ള ആയത്തുകൾ, അല്ലാത്ത ആൾക്കാരെ അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടം, അത് ഷിർക്കാണെന്ന് പറയുന്ന എത്ര ആയത്തുകൾ. ഇനി ഷിർക്കല്ല എന്ന് വാദിക്കുകയാണെങ്കിൽ അള്ളാഹു സമീഅ എന്ന് പറയുമ്പോൾ എല്ലാം കേൾക്കുന്നവൻ എന്ന് പറയുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖും എല്ലാം കേൾക്കും എന്നാണല്ലോ ഇവരെ വിശ്വാസം. അപ്പോൾ ശരിക്ക് അള്ളാഹുവിനെ തുല്യപ്പെടുത്തിയില്ലേ? അള്ളാഹുവിന് ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിന് സമമൊത്ത ഒന്നുമില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ മാലയിലൂടെ മൗലൂദിലൂടെയൊക്കെ അള്ളാഹുവിന് സമപ്പെടുത്തുന്ന, തുല്യപ്പെടുത്തുന്ന ശരീക്കുകളെ ഉണ്ടാക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ഈ വാദത്തിലൂടെ പോലും അള്ളാഹുവിന് ശരീക്കിനെ ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എന്നിട്ട് വാദമെന്താ? സ്വമദിയത്ത് മാത്രം കൽപ്പിക്കുന്നില്ല എന്ന്. സ്വമദിയത്ത് കൽപ്പിച്ചിട്ടില്ലെങ്കിലും അത് ഷിർക്കാകുമെന്നാണ് നേരത്തെ ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ആ ചരിത്രം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ആയത്തില്ല എന്നാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, ഡോക്ടർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ ആ ഡോക്ടർ മരിക്കുമ്പോൾ അതേ അസുഖം വരുമ്പോൾ മുമ്പ് ചികിത്സിച്ച ഡോക്ടറിൻ്റെ അടുത്ത് മരിച്ചു പോയതിന് ശേഷം പിന്നൊരാളും പോകില്ലല്ലോ. അത് തന്നെയാണ് വ്യക്തമായ തെളിവ്. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ ഇവിടെ ജീവിച്ചിരുന്നു. ആ സമയത്ത് അവർ സ്വാലിഹീങ്ങൾ എന്ന നിലയ്ക്ക് അവരുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു തവസ്സുലിൻ്റെ മാർഗമാണ്. സ്വാലിഹീങ്ങൾ ആയ ആളുകളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. എന്നാൽ മരിച്ചു കഴിഞ്ഞാലോ അങ്ങനെ ഒരു സിസ്റ്റം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരും സമമല്ല. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കുന്നത് പോലെ മരിച്ചവരോട് ചോദിക്കാൻ പറ്റൂല എന്ന് ഈ ആയത്തിൽ നിന്ന് കിട്ടി. ഒന്ന്. രണ്ടാമത്തെ എന്തെന്നറിയോ? മരിച്ചവർ സമമല്ല, മരിച്ചവരോട് ചോദിക്കാൻ പറ്റൂല. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പരസ്പരം ഇടപാടുകൾ നടത്തിയതുപോലെ ഒരിക്കലും മരിച്ചത് നബിയാണെങ്കിൽ പോലും പറ്റില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വരൾച്ചയുണ്ടായി, മഴയില്ല, കഷ്ടപ്പാടാണ്. ആ സമയത്ത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ മഴയെ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരികയാണ്. അവിടെ ആ പ്രാർത്ഥന തുടങ്ങുന്നത് എങ്ങനെയെന്നറിയോ? ആ പ്രാർത്ഥന തുടങ്ങുന്നത് അല്ലാഹുമ്മ ഇന്ന കുന്ന നതവസ്സലു ഇലൈക ബിനബീന സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതസ്ഖീന. അല്ലാഹുവേ, ഞങ്ങളുടെ നബിയെ കൊണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് മുമ്പ് ഇതുപോലെയുള്ള വരൾച്ചയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്, മഴ ലഭിച്ചിട്ടുണ്ട്. വ ഇന്നാ നതവസ്സലു ഇലൈക ബി അമ്മി നബീന ഫസ്ഖിന. ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ മരിച്ചതിന് ശേഷവും പ്രാർത്ഥിക്കാമായിരുന്നുവെങ്കിൽ, അങ്ങനെ അനുവദിച്ചിരുന്നുവെങ്കിൽ വീണ്ടും അമ്മിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് അങ്ങനെ ആവശ്യപ്പെട്ടു പോകേണ്ട ആവശ്യമില്ലല്ലോ. നേരെ നബീൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയാൽ, അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതിയായിരുന്നല്ലോ. പക്ഷേ ഉമർ റളിയല്ലാഹുവിന് തൗഹീദ് ഉള്ളതുകൊണ്ട്, ഉമർ റളിയല്ലാഹു യഥാർത്ഥ മുസ്ലിം ആയതുകൊണ്ട്, ഉമർ റളിയല്ലാഹു ഷിർക്കിനെതിരെ പോരാടിയ വ്യക്തിയായതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല. സ്വമദിയത്തുണ്ടെങ്കിൽ മാത്രമേ ഷിർക്കാകൂ എന്ന് വിശ്വസിച്ചിട്ടില്ല. നേരെ മറിച്ച് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്ത പലതും അത് പിന്നെ ബ്ലോക്കാണ്, പിന്നെ അത് ചെയ്യാൻ പാടില്ല, അത് ഷിർക്കായി മാറും എന്ന് ഉമർ റളിയല്ലാഹുവിന് കൃത്യമായി അറിയാമായിരുന്നു. പിന്നെ ആ സമയത്ത് അവിടെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം മഴ പെയ്തു എന്നാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഹദീസുകളും ഖുർആനുകളും വളരെ വ്യക്തമായി നേർക്കുനേരെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഇവർ പറയുന്നത് ഷിർക്കാണ്, ഇവർ പറയുന്നത് ഷിയായിസമാണ്, ഷിയായിസത്തിൻ്റെ വേരുകളാണ് സമസ്ത എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ സമദിയത്ത് വാദവുമായി ഇനി കേരളക്കരയിൽ നിങ്ങൾ സംസാരിക്കരുത്. പാവപ്പെട്ട ജനങ്ങളെ
ഈ ശിർക്കൻ വിശ്വാസത്തിലേക്ക് സ്വമതിയത്ത് വാദവുമായി കൊണ്ട് നിങ്ങൾ തള്ളിയിടരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദുള്ള വ്യക്തികളായി മാറാൻ അള്ളാഹു നമുക്ക് എവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.